സമസ്ത ലീഗ് ചർച്ച നേരത്തെ തീരുമാനിച്ച പ്രകാരം തന്നെ നടക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പങ്കെടുക്കാതിരുന്നാൽ അത് ധിക്കാരവും അച്ചടക്ക ലംഘനവുമായി കണക്കാക്കുമെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. സമവായ ചർച്ച ഉണ്ട്. സമവായ ചർച്ച മേയർ സാഹിബ്, ജിഫ്രി തങ്ങൾ, പിന്നെ MT ഉസ്താദ് ഇവരെ കൂടി വിളിച്ചു ചേർത്ത മീറ്റിംഗാണ്. ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഒരു അന്തിമ തീരുമാനം വരണം. ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സമയത്ത് നടക്കും. മീറ്റിങ്ങിൽ ആരിക്കണം ആരിരിക്കേണ്ട എന്ന് കക്ഷികളെല്ലാം തീരുമാനിക്കേണ്ടത്. അത് നേതൃത്വം മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനം ഉണ്ടാവും ആരൊക്കെ പങ്കെടുപ്പിക്കണമെന്ന്. അപ്പോൾ ആ നിലയ്ക്ക് വിളിക്കും. അപ്പോൾ അതിൽ വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. വരാതിരിക്കുമ്പോൾ അത് ഒരു ധിക്കാരായിട്ട് തന്നെയാണ് കാണാൻ പറ്റും. യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ആരും അറിയിച്ചിട്ടില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. തങ്ങളും ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ സംസ്ഥയുടെ ഉന്നതരായ മുഷാവറ അംഗങ്ങളും ആ മീറ്റിംഗ് ഉണ്ട്. പിന്നെ ആരൊക്കെയാണ് ഔദ്യോഗികമായിട്ട് വിളിച്ചത് എന്നുള്ളത് അറിയില്ലല്ലോ. അത് വിഷയമല്ല. അത് പിന്നെ ഇന്നത്തെ ഡേറ്റിന് അല്ലെങ്കിൽ വേറെ ഡേറ്റിന് എപ്പോഴായാലും അത് എന്താ വേണ്ടതെന്നുള്ളത് അത് സംസ്ഥ തീരുമാനിച്ചോട്ടെ. മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്, അതിൽ ചർച്ചയുണ്ട്. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന നിലപാടിലാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. വിപിൻ, ഇവിടെ പാണക്കാട് തങ്ങൾ ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. ഇതിൽ പങ്കെടുക്കാതിരുന്നാൽ ധിക്കാരമാണ്, അതൊരു അച്ചടക്ക ലംഘനമാണ്. ഈ ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും ഈ ലീഗ് വിരുദ്ധർ എന്ന് പറയുന്ന സമസ്തയിലെ വിഭാഗം ഇന്നത്തെ ഈ മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണോ കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ അത് കാര്യങ്ങൾ സങ്കീർണമാക്കുമല്ലോ, അല്ലേ? അതെ, പങ്കെടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇതിലിപ്പോൾ സമസ്തയിൽ കുറച്ച് കാലമായി തന്നെ നിലനിൽക്കുന്ന ഈ മുസ്ലിം ലീഗിന് അനുകൂലമായി നിൽക്കുന്ന പക്ഷം, വിരുദ്ധ പക്ഷം എന്നുള്ള ഈ വിഭാഗീയത തീർക്കാൻ വിളിച്ചതാണ് ഇന്നത്തെ ഈ സമവായ ചർച്ച. അതും തുടക്കത്തിൽ തന്നെ കല്ലുകടിയായിരിക്കുന്നു. ഇന്ന് 3 മണിക്ക് മലപ്പുറത്താണ് ഈ ചർച്ച വിളിച്ചത്. അപ്പോൾ അതിൽ ഈ ലീഗ് വിരുദ്ധരായിട്ട് നിൽക്കുന്ന പക്ഷം പ്രധാനമായിട്ടും പറയുന്നത് അത് ആദ്യം മുഷാവറ നടക്കട്ടെ. ഈ മുഷാവറ യോഗത്തിൽ പ്രധാനമായും ഇപ്പോൾ ആദർശ സംരക്ഷണ സമിതി എന്നുള്ളൊരു സമിതി രൂപീകരിക്കുന്നു. ഇത് സമസ്തയ്ക്കുള്ളിൽ കീഴ്വഴക്കമില്ലാത്തതാണ്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലുള്ള നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണം. അതിനുശേഷമാവാം ഇത്തരം ചർച്ചകൾ, അല്ലെങ്കിൽ അത് പ്രഹസനമായി തീരും എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൂടിയാണ് ഇപ്പോൾ ഇവർ മാറി നിൽക്കുന്നത്. ഒപ്പം തന്നെ CIC വിഷയമുണ്ട്. ഹക്കീം ഫൈസി ആദർശേരിയെ പോലുള്ളവരെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് സമസ്തയുടെ തീരുമാനങ്ങളെ, സമസ്തയുടെ നിർദ്ദേശങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ്. ഇതെന്തുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അത് മുഷാവറയിലാണ് പ്രധാനമായും ഉന്നയിക്കേണ്ടത്, അതിലാണ് നടപടി വരേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ധിക്കാരത്തിൻ്റെ സ്വരമായിരിക്കും, അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കും. കാരണം വിളിച്ചു, ഇന്ന് രാവിലെ ഇപ്പോൾ നേതൃത്വവുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇത് ലീഗിൻ്റെ നേതാക്കൾ. ഒപ്പം തന്നെ അപ്പോൾ അത്തരത്തിലൊരു അറിയിപ്പ് ലഭിച്ചിട്ടും അത്തരമൊരു അറിയിപ്പ് കൊടുത്തിട്ടും ഇതിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ധിക്കാരപരമായിട്ടും സമസ്തയിൽ ആരും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് കരുതുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 3 മണിക്ക് യോഗവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമുള്ളത്. ഒപ്പം തന്നെ ലീഗിനെ അനുകൂലിക്കുന്ന ഈ അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലുള്ള നേതാക്കൾ ഇന്ന് പാണക്കാട് എത്തുകയും രാവിലെ ഒരു അടിയന്തര യോഗം ചേരുകയും ഈ യോഗവുമായി മുന്നോട്ട് പോകാൻ, ഇന്നിപ്പോൾ ഈ 3 മണിക്ക് നടക്കുന്ന സമവായ ചർച്ചയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെ ഇതിൽ വരും, പിന്നീടുണ്ടാകുന്ന അലയൊലികൾ കൂടി ഇന്നത്തെ ഈ ചർച്ചയോടുകൂടി ഒന്നും അവസാനിക്കില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. വിജയകുമാർ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. വിപിൻ പറഞ്ഞതുപോലെ മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പൊക്കെ നിലനിൽക്കെ ഈ യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ആരൊക്കെ പങ്കെടുക്കാതിരിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ വിവരങ്ങൾ വരാനിരിക്കുന്നുണ്ട് മലപ്പുറത്തുനിന്ന്.